അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായെങ്കിലും തിരുവോണ ബമ്പറിൻ്റെ അവകാശി ആര് എന്ന വലിയ കാത്തിരിപ്പാണ്. നേരത്തെ നടക്കേണ്ടുന്ന നറുക്കെടുപ്പാണ്. അത് ടിക്കറ്റ് വിറ്റ് തീരാത്തതിനാലും ഒപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയാലുമൊക്കെ മാറ്റിവെച്ചതാണ്. നാളെയാണ് നറുക്കെടുപ്പ് നടക്കാനിരിക്കുന്നത്. 25 കോടിയാണ് ഒന്നാം സമ്മാനം. അപ്പോൾ ആരാണ് ഓണം ബമ്പറിലൂടെ ആ 25 കോടി സ്വന്തമാക്കുന്നതെന്ന് അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഭാഗ്യശാലിയെ കേരളം കാത്തിരിക്കുകയാണ്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. നാളെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും നടക്കും. ആ സമയത്താണ് ഇതിന്റെ നറുക്കെടുപ്പ് കൂടി നടക്കുക. കഴിഞ്ഞ 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് ഈ നറുക്കെടുപ്പ്. പക്ഷേ അപ്രതീക്ഷിത സാഹചര്യങ്ങളാലാണ് അത് മാറ്റിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകൾ ഈ വർഷം അച്ചടിച്ചു. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. അത് 14,07,100 എണ്ണം പാലക്കാട് വിറ്റിട്ടുണ്ട്. ഇത്രയും അധികം ടിക്കറ്റ് വിട്ട പാലക്കാട്ടായിരിക്കുമോ ഒന്നാം സമ്മാനം? അറിയില്ല. എന്തായാലും രണ്ടാമത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ എടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. 9,37,400 ടിക്കറ്റുകൾ തൃശ്ശൂരിൽ വിറ്റിട്ടുണ്ട്. മൂന്നാം സ്ഥാനം തിരുവനന്തപുരമാണ്. 8,75,900 ടിക്കറ്റുകൾ. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഞാൻ ഒരു കാലത്തും ടിക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷേ 8 ലക്ഷം ടിക്കറ്റുകൾ തിരുവനന്തപുരത്ത് വിറ്റിട്ടുണ്ട്. ഇവിടെയൊക്കെ പലരും ആ ടിക്കറ്റുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ന്യൂസ് 18-ൽ നിന്നായിരിക്കുമോ ഒരു ഭാഗ്യശാലി ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ തവണയൊക്കെ ഒരു നമ്പറിനൊക്കെ ഭാഗ്യം നഷ്ടപ്പെട്ടവരിവിടെ ഉണ്ട്. എന്തായാലും എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. ഒന്നാം സമ്മാനം 25 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്ക്. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പരമ്പരകൾക്ക് ലഭിക്കും. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക് നൽകുന്നു. 5,000 മുതൽ 500 രൂപ വരെ സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ ഏതിലെങ്കിലും പെട്ടുപോയാലും ലോട്ടറിയാണ്. 5,000-ഉം 500-ഉം ഒക്കെ കിട്ടുന്ന ശ്രേണികളുണ്ട്, പരമ്പരകളുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഭാഗ്യം നിൽക്കുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ നിരാശയൊന്നും വേണ്ട. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നാളെ തന്നെ പൂജാ ബമ്പറിൻ്റെ മറ്റൊരു ലോട്ടറിയുടെ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ലാത്തതാണ്. 12 കോടി രൂപയാണ് അതിൻ്റെ ഒന്നാം സമ്മാനം. അപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടാലും പ്രശ്നം വേണ്ട. അടുത്ത ലോട്ടറി വരുന്നുണ്ട്. അത് വാങ്ങിവെച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. അങ്ങനെ ഭാഗ്യശാലികൾ കാത്തിരിക്കുകയാണ്. നാളെയാണ് ഈ നറുക്കെടുപ്പ് നടക്കുക. ആരാകും ഭാഗ്യശാലി എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഈ സമയമാകുമ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യശാലിയൊക്കെ അറിയാൻ കഴിയും.